എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മീഡിയ ഫ്രണ്ട്സും നന്ദി. ഞങ്ങളുടെ സിനിമ ആലപ്പുഴ ചിങ്കാന ഇന്ന് റിലീസായി. തിയേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ബെറ്റർ റെസ്പോൺസാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന ആഴ്ചകളിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സിനിമ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരും അവൈലബിൾ ആണ്. പ്ലീസ് പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയ്ക്ക് എല്ലായിടത്തും നല്ല റെസ്പോൺസുകൾ കിട്ടുന്നത് എല്ലാവരും നല്ലത് മാത്രമാണ് സിനിമ പറയുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇവിടെ വന്ന എല്ലാ മീഡിയ ഫ്രണ്ട്സിനും ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. ചോദിച്ചാൽ മതി. സിനിമ കണ്ടിട്ടില്ല. തല്ലുമാലയ്ക്ക് ശേഷം ഒരു ബോക്സിംഗ് ഒരു സബ്ജക്റ്റുമായിട്ട് വരില്ല. തല്ലുമാല പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്ത ഒരു സിനിമയിലാണ്. ഇത്ര ഒരു സബ്ജക്റ്റാണ്. കാലത്തിന് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നത് എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ 7 മണിക്കാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും ഒരു ഭയപ്പാടുണ്ടായിരുന്നു. സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്തരമുള്ള ഒരു ട്രൈയും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് തന്നെയാണ്. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പോലെ ഇപ്പം പീക്കി നിൽക്കുന്ന ഒരാള് അയാളുടെ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പം ബേസിക്കലി അത് എങ്ങനെയായിരുന്നു നോക്കിയത്? അത് ഭയങ്കര ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു 6 മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് റെഡി ആകുമ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അതൊരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും പേര് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും. അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കി കഥയോടും വന്നത്. അവരതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡിയായിരുന്നു. ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു നെസ്ലൻ. നമ്മൾ വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ഒരു ജോജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല. എന്തോ അദ്ദേഹം അത് ആദ്യമായിട്ട് കേട്ടു, ഓക്കെ പറഞ്ഞു, പിന്നെല്ലാം കൂളായിട്ട് പോയി. ഒരു 6 പാക്ക് നായകൻ എന്ന ലെവലിലേക്ക് വളർന്നു തോന്നുന്നു. 6 പാക്ക് നായകനോ? അതെ, കാരണം അതിന്റെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ എഫേർട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെസ്ലിൽ നമ്മൾ നേരത്തെ കണ്ടത് ഒരു നോർമൽ ക്രിഞ്ച് നായകൻ അല്ലെങ്കിൽ ഒരു റൊമാൻസ് മാത്രം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന നായകനായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഒരു ആക്ഷൻ ലെവലിലേക്ക് വളർന്നതായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. അത്ര എഫേർട്ട് ഫീൽ ചെയ്തു. ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല
ജേണിയിലും ഇവരെല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ടാണ് ആ സ്ക്രീനിൽ അതിൻ്റെ ആ രസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ക്ലാസ്സിന് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ പിന്നെ ഈ കൂട്ടത്തിൽ ആരാധന ഈ ബോക്സിംഗ് പടങ്ങൾക്ക് ഒരു ആർക്കുണ്ടല്ലോ, ഒരു ഇൻസ്പിറേഷൻ ആർക്കുണ്ടല്ലോ. അവസാനം സാപ്പട്ട് പരമ്പരയിലും ക്രീഡായാലും എല്ലാത്തിനും നമുക്കൊരു ഒരു ആവേശം കിട്ടുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരു ആർക്ക് അല്ലാതെ മാറ്റി പിടിക്കാം. അതായത് ഒരു ടീനേജ് പിള്ളേർ സ്പോർട്സ് ചൂസ് ചെയ്യുന്നു ഒരു കാര്യത്തിന്, ആ ഒരു ഐഡിയ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ബോക്സിംഗ് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതല്ല. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ അത് എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആ ഐഡിയ ഇൻസ്പയർ ആയപ്പോഴാണ് എന്നാൽ പിന്നെ അത് ബോക്സിംഗ് സിനിമയാക്കാം, അത് ബോക്സിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബോക്സിംഗ് സിനിമയായിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. ഒരിക്കലും നമ്മളതൊരു ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഒരു ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു ഫോർമാറ്റിലും അത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനോ ആലോചിച്ചിട്ടില്ല. എന്തായിരുന്നു അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ മാക്സിമം ഹോണസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിറ്റുവേഷൻസ് നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടാവാൻ. നോർമലി ഇങ്ങനെ ഒരു ചിത്രങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു ഖാലിദ് റഹ്മാൻ പടം എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ ആളുകൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. ഇപ്പോൾ തല്ലുമാലയൊക്കെ ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ആളുകൾ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു പ്രഷർ എപ്പോഴും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട്? പ്രഷറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ സമയത്തെല്ലാം നമ്മൾ സിനിമയുടെ പ്രോസസ്സിലായിരുന്നല്ലോ. അപ്പോൾ ആ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു, നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറുകളൊന്നും അങ്ങനെ എഫക്റ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും സ്ക്രീൻ പ്ലേയുടെ ബേസിലാണ് നമ്മളത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സലൊക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് മിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്ത് ഓരോ ഷോർട്സ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരുന്നു അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോഫിൽ അദ്ദേഹം അവിടെ ഉണ്ട്. സർ ഡിസൈൻ എല്ലാം ചെയ്തിട്ട് ഇവരെല്ലാവരും റിങ് ചെയ്തിട്ടുള്ള ജോഫിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഖാലിദ്, ഇവർ രണ്ടുപേർക്കുമാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണലായിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷൻ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സെലക്ഷൻ ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ അപ്പുറത്തേക്ക് അവരുടെ സിനിമ വിജയിക്കുള്ളൂ. അതെങ്ങനെയായിരുന്നു അവരുടെ സെലക്ഷനിലേക്ക് എങ്ങനെയാണ്? അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളുടെ റിസോഴ്സുകളും ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്കെല്ലാം കളക്റ്റീവായിട്ട് ചെയ്തത് എല്ലാം ജോഫിലാണ്. ജോഫിലിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സാണ് അവരെല്ലാവരും. അതിൽ യദു, സനു, വൈഷ്ണവ്, അക്ബർ അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ കൂടാതെ അനഘയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടി അവരിപ്പോൾ മെരികോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. സോ
സോ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി ബോക്സിംഗ് അറിയാവുന്ന ആളുകളുടെ ഇൻവോൾവ്. ഈ ഉണ്ട ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്, അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള ഷോർട്സ് ചോദിക്കാം, എത്ര നേരം വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ഇനിയും കൂടുതൽ എന്താണ് ചെയ്യാനുള്ള സാധ്യതകൾ ചോദിക്കുന്നത്. പിന്നെ അസ്ലിനെ പോലുള്ള ഒരു ആക്ടർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താ? അസ്ലൻ അവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഇപ്പോൾ പറയപ്പെടുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഓവർകം ചെയ്യേണ്ടതാണ്? ഇല്ല, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്, അവരുടെ എനർജി, അവരുടെ ടൈം എല്ലാം ഈ സിനിമയ്ക്കും എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ്സ് ആണ്. യെസ്, ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ആലപ്പുഴ ജിംഖാന പോലെ ഇത്രയും ആളുകളുള്ള സിനിമ, ഇപ്പൊ ഈ സിനിമ ഒരു പ്രത്യേകത, നസ്ലിൻ ഒരു നായക സ്ഥാനത്തുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ച റോളുകളാണ് റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരുള്ള സിനിമ, ഇത്രയും നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ, ക്രൗഡുള്ള സിനിമയൊക്കെ ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ്? അതായത് ചോദ്യം, ഇപ്പോൾ ഒരു സീനിനകത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, അതായത് 5, 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ്, ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് തമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളത് കമ്പോസ് ചെയ്യും? 1, 2 പേര് വർത്താനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളത്. യെസ്, അത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഈ പടം തുടങ്ങിയ സമയത്ത് ഞാനും റഹ്മാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ, എസ്പെഷ്യലി ഇന്റീരിയർ, എനിക്ക് ഒരു ജിമ്മാണെന്ന് തോന്നുന്നു. നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്ന റഹ്മാൻ, ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുവാണ്. പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉള്ള പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് തീരുമ്പോഴും നമ്മളത് 1 മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും പേരുള്ളപ്പോൾ വി ഹാവ് ടു എക്സ്ചേഞ്ച് ലൈക്ക് ലോട്ട് ഓഫ് ഷോട്ട്സ്. എല്ലാവരുടെയും ഷോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും സജഷൻസിലും വൈഡും 3/4 ഷോട്ടുകളും ഇൻഡിപെൻഡൻറ്റ് ഷോട്ടുകളും ക്ലോസപ്പുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഇനിഷ്യലി ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. മോർ ടോക്കി സീൻസും ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിനാണ്. ബട്ട് ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു. നമ്മളെല്ലാ ആർട്ടിസ്റ്റിനെയും പഠിച്ചിട്ട് തന്നെ നമ്മൾ ഒരു സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ന ആൾ ഇവിടെ ഇരിക്കൂ അല്ലെങ്കിൽ ഇന്ന ആൾ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന പോലെയല്ല. നമ്മൾ എല്ലാ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ സ്പോട്ടിൽ സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു ലിബർട്ടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എടാ ഇതിപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ എവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റിൽ നമ്മളത് ട്വീറ്റ് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. താങ്ക് യു, ഗുഡ് ക്വസ്റ്റ്യൻ മാം. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ടൈറ്റിൽസിലൊക്കെ തന്നെ ആണെങ്കിലും ടാരന്റീനോന്റെ ഒക്കെ പോലത്തെ ടൈറ്റിൽസിന്റെ ഒക്കെ ഒരു പ്രഭാവം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്റൻഷനിൽ നിങ്ങൾ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്യുന്ന ഡയറക്ടറിന്റെ മൈൻഡിലുണ്ടായിരുന്നു? ബേസിക്കലി ടൈറ്റിലിനെ കുറിച്ച് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിസിഷനൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് വന്ന കേസാണ്. പക്ഷേ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വൺസ് ഇറ്റ് കംസ് ടു ദ പാലറ്റ് ആൻഡ് കളർ ടോൺ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് എന്താണോ അത്രയും ക്ലിനിക്കലായിട്ട് നമ്മളതിന്റെ ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല. ബട്ട് യെസ്, പാലറ്റിനെ കുറിച്ചൊക്കെ ഒബ്വിയസ്ലി നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. സോറി. ഒന്നും ചെയ്തില്ല, നത്തിങ്. അതായത് ജിംഖാനയിൽ എസ്പെഷ്യലി ഞാനൊരു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ മനസ്സിലാവും, ഞാൻ പ്രോബ്ലി ഒരു ട്രൈപോഡ് പോലും യൂസ് ചെയ്തിട്ടില്ല. ടെക്നിക്കാലിറ്റി അറിയുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാനൊരു റോപ്പ്, ഒരു റബ്ബർ റോപ്പ് ടോപ്പിൽ നിന്ന് റിങ്ങിന്റെ നടുക്ക് ടോപ്പിൽ നിന്ന് ഒരു റബ്ബർ റോപ്പ് ഇറക്കിയിട്ട് അതിലൊരു ഫിക് റിങ്ങിനകത്ത് ബ്രെയിനും ലെൻസും മാത്രം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് സാധാരണ നമ്മൾ മൂവി ക്യാമറയിൽ സൗണ്ടിന്റെ
അതിന്റെ ചെറിയ കോമ്പണൻസ് ഉണ്ടാവും, പിന്നെ അതുപോലെ ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടും, അതിന്റെ വോളിയം കൂടും. അതൊക്കെ മാക്സിമം ചെറുതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ദ ബ്രെയിൻ ആൻഡ് ദ ക്യാമറ. പിന്നെ ഞാൻ അതിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അപ്പൊ അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ബട്ട് ക്വസ്റ്റ്യന് ഞാനത് ഒന്നും ചെയ്തിട്ടില്ല, ഹാൻഡിൽഡ് ആയിരുന്നു മൊത്തം. ഈ ആലപ്പുഴ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറെ ഷോട്ടുകളുണ്ട് നമ്മുടെ കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ബാക്ക് വാട്ടേഴ്സ്, ബോട്ട്, ഇതിനെ റീഇമാജിൻ ചെയ്യാന്നുള്ളത്, ക്ലീഷ ബ്രേക്ക് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ട് വന്നു. ഇല്ല, ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ആലപ്പുഴ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ബേസിക്കലി നമ്മൾ കണ്ട ലൊക്കേഷനിൽ ഏതൊക്കെ ലൊക്കേഷൻ കണ്ടു, അതിൽ ഏതൊക്കെ ഓക്കെ ആയി, അവിടെ എത്ര നല്ല ക്ലിനിക്കലായിട്ടുള്ള ഫ്രെയിം വെക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും മുകളിൽ വർക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പടം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫാൻസി ആയിട്ടൊന്നും അതിൽ കാണാനും പറ്റില്ല. ഇറ്റ്സ് വെരി കണ്ടംപററി ആണ് ഇപ്പോഴും സിനിമ. ഫസ്റ്റ് ഹാഫ് ഒക്കെ അല്ലേ വളരെ ലൈറ്റ്, അനുരാഗരിക്കും വെള്ളത്തിനേക്കാൾ ലൈറ്റാണ് ഫസ്റ്റ് ഹാഫ്. ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അത്രയും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ളൂ. പ്ലസ് 2 പഠിക്കുന്ന പിള്ളേരല്ലേ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു.